മണർകാട് കാർണിവൽ നടത്തി പിടുങ്ങിയ പണം ആരുടെയെല്ലാം വായിൽ പോയി. കഴിഞ്ഞ 2 കൊല്ലമായി മണർകാട് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മണർകാട് കാർണിവലിൻ്റെ പരസ്യ ബോർഡ് ഡിസൈൻ കാണുക. ഇത് 2024 നടത്തിയ ആദ്യ കാർണിവലിൻ്റെ ബോർഡ്. ഇത് ആദ്യ വിജയത്തെ തുടർന്ന് 2025 മെയ് 1 മുതൽ 12 വരെ മണർകാട് പള്ളിയുടെ വടക്കേ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ രണ്ടാമത് മണർകാട് കാർണിവലിൻ്റെ പരസ്യ ബോർഡ്. ഇത് രണ്ടും ഉണ്ടാക്കിയത് മണർകാട് പള്ളി തന്നെയാണ്. അതിപ്പോഴും പള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ്. ഇനി നമുക്ക് കാർണിവലിനെ കുറിച്ച് മണർകാട് പള്ളി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ് റിലീസ്, മണർകാട് പള്ളി ശുശ്രൂഷക സംഘം അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിൻ്റെ ആ സ്ക്രീൻഷോട്ട് കാണാം. ഈ പത്രക്കുറിപ്പ് വള്ളി പുള്ളി വിടാതെ മനോരമ ഓൺലൈൻ 2024 ഏപ്രിൽ 30 രാവിലെ 9:38 നൽകുകയുണ്ടായി. മനോരമ ഓൺലൈനിൽ ഇപ്പോഴും നമുക്ക് ആ വാർത്ത കാണാം. ആ വാർത്ത ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. മണർകാട് കാർണിവലിന് തുടക്കം, രുചികൾ പലതരം, വമ്പൻ അമ്യൂസ്മെന്റ് പാർക്ക്, കലാവിരുന്നുകൾ. ഫോട്ടോ ക്യാപ്ഷൻ കാണുക. മണർകാട് കാർണിവലിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ചലച്ചിത്ര താരം ബാമയും ചേർന്ന് നിർവഹിക്കുന്നു. കത്തീഡ്രൽ ട്രസ്റ്റിമാരായ ജോർജ് സക്കറിയ ചെമ്പോല, സുരേഷ് അബ്രഹാം കണിയാമ്പറമ്പിൽ, ബെന്നി ടി ചെറിയാൻ താഴത്തേടത്ത്, ഫാദർ ലിറ്റു ജേക്കബ് തണ്ടാശ്ശേരിയിൽ, ഫാദർ ഷൈജു ചെന്നിക്കര, സെക്രട്ടറി PA ചെറിയാൻ പാണാമ്പറമ്പിൽ എന്നിവർ സമീപം. വിശദമായ വാർത്തയിലേക്ക്. മണർകാട് മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ മൈതാനത്ത് നടക്കുന്ന മണർകാട് കാർണിവലിന് തുടക്കമായി. 6 നാൾ നീളുന്ന കാർണിവലിൽ പങ്കെടുക്കുവാൻ മണർകാട്ടേക്ക് ആളുകൾ ഇനി ഒഴുകിയെത്തും. കാർണിവലിൻ്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ബാമിയും നിർവഹിച്ചു. പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഫാദർ ലിറ്റു ജേക്കബ് തണ്ടാശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. മണർകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിജു, ഫാദർ ഷൈജു ചെന്നിക്കര, കത്തീഡ്രൽ ട്രസ്റ്റി ജോർജ് സക്കറിയ ചെമ്പോല, കത്തീഡ്രൽ സെക്രട്ടറി PA ചെറിയാൻ പുത്തമ്പുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഭക്ഷ്യമേള, അമ്യൂസ്മെന്റ് പാർക്ക്, എക്സിബിഷൻ സ്റ്റാളുകൾ, വാഹന പ്രദർശന സ്റ്റാളുകൾ, ഫ്ലവർ ഷോ, ചെടികളുടെ നഴ്സറി എന്നിവയാണ് കാർണിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും നടക്കും. കാർണിവലിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. രുചികൾ പലതരം. കാർണിവലിലെ കാഴ്ച കണ്ട് മടങ്ങുവാൻ എത്തുന്നവർക്ക് കുട്ടനാടൻ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങളും രുചിച്ചു മടങ്ങാം. നാടൻ കപ്പ മുതൽ ചൈനീസ് വിഭവങ്ങൾ വരെ കാർണിവലിൻ്റെ പ്രധാന ആകർഷണമാണ്. നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറബിക് തുടങ്ങിയ വിദേശ രുചികളും നാടൻ വിഭവങ്ങളും വിളമ്പുന്ന 10ലധികം സ്റ്റാളുകൾ ഭക്ഷ്യമേളയിൽ പ്രവർത്തിക്കും. ജ്യൂസ്, കേക്ക് തുടങ്ങിയവയ്ക്കും പ്രത്യേക സ്റ്റാളുകളുണ്ട്. ദിവസവും വൈകിട്ട് 5 മുതലാണ് ഭക്ഷ്യമേള ആരംഭിക്കുക. വമ്പൻ അമ്യൂസ്മെന്റ് പാർക്ക്. കാർണിവലിനോടനുബന്ധിച്ച് കത്തീഡ്രലിൻ്റെ വിശാലമായ വടക്കുവശത്തെ മൈതാനിയിൽ വമ്പൻ അമ്യൂസ്മെന്റ് പാർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജയന്റ് വീൽ, മരണക്കിണർ, വള്ളം, ട്രെയിൻ, തൊട്ടിലാട്ടം തുടങ്ങി റൈഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. കലാവിരുന്നുകൾ. സായാജ്ഞങ്ങളെ കലാലഹരിയിൽ അലിയിക്കാൻ വിവിധ പരിപാടികളാണുള്ളത്. മെയ് 2 വരെ രാത്രി 7:30 മുതൽ 9:30 വരെ സംഗീത സന്ധ്യകൾ നടക്കും. ഇന്ന് വയലിൻ ഫ്യൂഷൻ, നാളെ മ്യൂസിക് ബാൻഡ്, 2-ന് മെലഡി മ്യൂസിക്, 3-ന് പരിചമുട്ടുകളി, കളരിപ്പയറ്റ് എന്നിവയും നടത്തും. ഇനി മണർകാട് കാർണിവലിനെ കുറിച്ച് തൊപ്പിക്കാരൻ എന്ന വ്ളോഗർ മണർകാട് പള്ളിയുടെ മുന്നിൽ നിന്ന് ലൈവായി കൊടുത്ത ആ വ്ളോഗ് കാണുക. നിങ്ങൾ കോട്ടയക്കാരാണോ? നമ്മുടെ മണർകാട് ഒരു അടിപൊളി കാർണിവൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അതെ, മണർകാട് പള്ളിയുടെ മൈതാനത്താണ് ഈ ഒരു അടിപൊളി കാർണിവൽ നടക്കുന്നത്. പല രുചികളുള്ള പല സ്റ്റാളുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പാലക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഇഡലിയാണ് രാമശ്ശേരി ഇഡലി. അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാനൊരു അവസരമാണ് ഈ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. മെയ് 1 തൊട്ട് 5 വരെയാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റ് ഈ കാർണിവലിൽ ഉള്ളത്. പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റൊരു വെറൈറ്റി ആയ വനസുന്ദരി ചിക്കനും ഞങ്ങൾ ട്രൈ ചെയ്തു. നാടൻ രുചികളും മറുനാടൻ രുചികളും പരിചയപ്പെടാനുള്ള അവസരം ഈ ഒരു ഫുഡ് ഫെസ്റ്റിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. മെയ് 1 തൊട്ട് 12 വരെയാണ് ഈ ഒരു കാർണിവൽ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ മ്യൂസിക്കൽ നൈറ്റ് 1 തൊട്ട് 4 വരെയാണ് ഉള്ളത്. കാർണിവലിലെ ഒരു പ്രധാന അട്രാക്ഷൻ ഈ ഒരു മിനിയേച്ചറിന്റെ ഒരു സ്റ്റാൾ തന്നെയായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ ഇവിടെ അഡ്വഞ്ചർ പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും ആർക്കും ഒരു കാര്യം മനസ്സിലാകും, ഇത് മണർകാട് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കാർണിവലാണ്. ഇതിൽ ഒരിടത്തും റാഫിയോ, ഗോൾഡൻ അമ്യൂസ്മെന്റോ ഇല്ല. ഈ പരിപാടിയുടെ ജോയിന്റ് കൺവീനർ ഫാദർ ലിറ്റു ജേക്കബ് തണ്ടാശ്ശേരിയിൽ ആയിരുന്നു എന്ന് വാർത്തയിൽ തന്നെ പറയുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഫോട്ടോ ഇവർ പത്രങ്ങളിൽ നൽകിയത് കാണുക. എല്ലാ ട്രസ്റ്റിമാരും സെക്രട്ടറിയും പാതിരിയുമടക്കം സ്റ്റേജിൽ അന്നുണ്ടായിരുന്നു. വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു വായി നോക്കി നടത്തുന്ന പരിപാടിയുടെ കൺവീനർ മണർകാട് പള്ളിയിലെ ലിറ്റു ജേക്കബ് പാതിരി ആകുമോ?
മണർകാട് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കല്യാണങ്ങളിൽ വിളിക്കാതെ പള്ളിയുടെ ഭാരവാഹികൾ പോയി വധുവിൻ്റെയും വരൻ്റെയും ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുമോ? മാനമുള്ള ആരും ഈ പണി ചെയ്യില്ല. ഞാൻ ഇത്രയും പറയുവാൻ കാരണം കഴിഞ്ഞ ദിവസം വലിയൊരു തമാശ ഉണ്ടായി. മണർകാട് സെൻറ് മേരീസ് പള്ളിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അവർ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഇത് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. കാർണിവൽ നടത്തിയത് ഏതോ ഒരു റാഫിയാണെന്നും ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുക മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് അവർ സമർത്ഥിക്കുവാൻ നോക്കുന്നത്. വെറും തറ വാടകയ്ക്ക് കൊടുത്ത പരിപാടിക്ക് എന്തിനാണ് പള്ളിയുടെ പേര് വെച്ചത്? ട്രസ്റ്റിമാരും വികാരിമാരുമെല്ലാം എന്തിനാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്? അവർ പള്ളിയുടെ പേരിൽ എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്? പള്ളിയുടെ ആ പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. പ്രിയരെ, ഇക്കഴിഞ്ഞ മെയ് ആദ്യവാരം മണർകാട് പള്ളിയുടെ വടക്കുവശത്തെ മൈതാനം അമ്യൂസ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തുന്നതിനായി ശ്രീ റാഫി എന്നയാൾ വാടകയ്ക്കെടുക്കുകയുണ്ടായി. മെയ് 4-ന് ജയന്റ് വീൽസ് എന്ന അവരുടെ ഒരു പരിപാടി നടത്തുന്നതിനിടയിലുണ്ടായ ഒരു അപകടത്തിന്റെ പേരിൽ ചില നവമാധ്യമങ്ങളിൽ മണർകാട് പള്ളിയെയും ഇടവക ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം ചിലർ നടത്തിവരുന്ന ദുഷ്പ്രചരണത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുക എന്നതാണ് ഈ കുറിപ്പിന്റെ ഉദ്ദേശം. മണർകാട് പ്രദേശത്ത് വലിയ ജനാവലിയെ ഉൾക്കൊള്ളുവാൻ പറ്റിയ മറ്റു മൈതാനങ്ങളൊന്നും നിലവിലില്ല എന്ന കാരണത്താൽ നിയമാനുസൃതമായി നടത്തപ്പെടുന്ന പല പരിപാടികളും പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള മൈതാനങ്ങളിലും ഹാളുകളിലും നടത്തുന്നതിന് പൊതുജനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാറുണ്ട്. ഈ പ്രോഗ്രാം നടത്തുന്നതിന് പള്ളി മൈതാനം വാടകയ്ക്കെടുത്ത വ്യക്തി മണർകാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ച അനുമതിയുടെ പകർപ്പ് പള്ളിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അമ്യൂസ്മെന്റ് പ്രോഗ്രാം നടത്തുവാൻ പള്ളി വക സ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നടത്തപ്പെടുന്ന പരിപാടികൾക്ക് സർക്കാർ മാനദണ്ഡപ്രകാരമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന രേഖകൾ പ്രോഗ്രാമിന്റെ നടത്തിപ്പുകാരൻ ശ്രീമാൻ റാഫി മണർകാട് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ നടത്തുന്നതിന് മണർകാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയിട്ടുള്ളത്. പള്ളിവിക മൈതാനങ്ങളിൽ 8 നോയമ്പ് പെരുന്നാൾ കാലയളവിലും മറ്റ് സമയങ്ങളിലും വാണിജ്യാവശ്യങ്ങൾക്കായി വ്യക്തിഗത നിബന്ധനകൾ പ്രകാരം വാടകയ്ക്ക് നൽകുന്ന പതിവ് രീതിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നതിനും മൈതാനം വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ അതിൻ്റെ നടത്തിപ്പുകാരുടെയോ പങ്കെടുത്തവരുടെയോ ശ്രദ്ധക്കുറവ് മൂലമുണ്ടായ ഒരു അപകടത്തിൻ്റെ ഉത്തരവാദിത്തം സ്ഥലം ഉടമയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ഹീനശ്രമമാണിപ്പോൾ ചിലർ നടത്തിവരുന്നത്. ദുരിതവും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് ജാതിമത സഭാ വ്യത്യാസം കണക്കിലെടുക്കാതെ എക്കാലത്തും സഹായഹസ്തം നീട്ടുന്ന പാരമ്പര്യമാണ് മണർകാട് ഇടവകയ്ക്കുള്ളത്. എന്നാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആവശ്യക്കാർ രേഖാമൂലം ഭരണസമിതിക്ക് അപേക്ഷ നൽകുകയും ഭരണസമിതിയുടെ ശുപാർശ പ്രകാരം ഇടവകയുടെ പരമാധികാര സഭയായ ഇടവക പൊതുയോഗം അന്തിമ തീരുമാനമെടുക്കുകയും അത് ട്രസ്റ്റിമാർ നടപ്പാക്കുകയും ചെയ്യും. ഈ കാര്യത്തിലും അപകടത്തിൽ പരിക്കേറ്റയാളുടെ സഭയോ സമുദായമോ ഒന്നും കണക്കിലെടുക്കാതെ പള്ളി ഭരണസമിതിക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ടവരോട് മണർകാട് പള്ളി ട്രസ്റ്റി ശ്രീ സുരേഷ് കെ എബ്രഹാം കണിയാമ്പറമ്പിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നാളിതുവരെ അപേക്ഷ നൽകുവാൻ അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ട സമിതികൾ ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമായ മണർകാട് പള്ളിക്കെതിരെ അപകീർത്തികരവും അസത്യവുമായ കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന മെത്രാൻ കക്ഷി വിഘടന്മാരോട് ചേർന്ന് നിന്ന് കുത്തിത്തിരിപ്പ് നടത്തുവാനാണ് അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ ചില ബന്ധുക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പരിക്കേറ്റ വ്യക്തിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനല്ല, മറിച്ച് മണർകാട് പള്ളിയെപ്പറ്റി സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശം എന്ന് നവമാധ്യമങ്ങളിലെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ വെളിവാക്കുന്നു. അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ തുടരുന്ന ആൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തിന് മണർകാട് പള്ളി ഭരണസമിതിക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള ട്രസ്റ്റിയുടെ നിർദ്ദേശം അനുസരിച്ചിരുന്നുവെങ്കിൽ സമാനമായ സംഭവങ്ങൾ പള്ളിയിൽ നിന്നും സഹായങ്ങൾ നൽകി വരുന്നത് പോലെ തന്നെ ഈ സംഭവത്തിലും ഇതിനോടകം തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകുമായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ ബന്ധുക്കൾ അതിനായി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രസ്റ്റിമാർ, സെക്രട്ടറി. കണ്ടല്ലോ, മണർകാട് കാർണിവലിൽ മെയ് 4-ന് ആകാശ ഊഞ്ഞാൽ അപകടമുണ്ടാകുകയും ടിനു ഫിലിപ്പ് എന്ന വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും അവരെ പ്രവേശിപ്പിച്ച കാരിത്താസ് ആശുപത്രിയിൽ 3 ട്രസ്റ്റിമാരും വൈദികനുമടക്കം എത്തി ചികിത്സാ ചെലവ് മുഴുവൻ മണർകാട് പള്ളി വഹിച്ചുകൊള്ളാം എന്ന് ഉറപ്പു നൽകി കബളിപ്പിച്ചു മുങ്ങിയ വാർത്ത i2 ന്യൂസ് നൽകി. അത് വിവാദമായ പശ്ചാത്തലത്തിൽ ഭരണസമിതി മലക്കം പറഞ്ഞ് അവരിറക്കിയ പ്രസ്താവനയാണ് നാം ഈ കണ്ടത്. ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏതോ ഒരു റാഫിയെ മുന്നിൽ നിർത്തി മണർകാട് പള്ളി ഭരണസമിതി നടത്തിയ ഒരു പരിപാടിയായിരുന്നു മണർകാട് കാർണിവൽ. തറവാടക മാത്രം പള്ളിക്ക് നൽകി ബാക്കി ലഭിച്ച കോടികൾ തട്ടാനായിരിക്കും ഇവർ ഈ നാടകം കളിച്ചത്. ഇതുപോലെ അപകടമോ ടാക്സ് വെട്ടിപ്പിന് കേസ് വരികയോ ചെയ്താൽ അത് റാഫിയുടെ തലയിൽ വെക്കുകയും ചെയ്യാം. ഭരണസമിതിക്കാരെ, പക്ഷേ ഈ കള്ളം പറയുകയും തെരട് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നെങ്കിലും ഇത് നിങ്ങളുടെ പരിപാടിയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ മാറ്റേണ്ടിയിരുന്നില്ലേ?
അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. അതുപോലെ പ്രസ്താവനയിൽ ട്രസ്റ്റി സുരേഷ് അപേക്ഷ നൽകുവാൻ പറഞ്ഞിട്ട് നൽകിയില്ല, നിങ്ങളുടെ പിച്ചക്കാശ് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞതായി കാണുകയുണ്ടായി. എന്നാൽ മണ്ണർകാട് പള്ളിക്കാർ നടത്തിയ ഒരു കാർണിവലിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ, അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ പള്ളിമുറിയിൽ കൊണ്ട ഭർത്താവ് അപേക്ഷ കൊടുത്തെങ്കിലേ അത് പരിഗണിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നതിലെ ആ സാങ്കത്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ 3 ട്രസ്റ്റിമാരും ലിറ്റു പാദ്രിയും എന്തിനാണ് കാരിത്താസ് ആശുപത്രിയിൽ PROയോട് ഞങ്ങൾ എല്ലാ ചികിത്സാ ചെലവും വഹിച്ചുകൊള്ളാം എന്ന് അവിടെ പോയി ഉറപ്പ് കൊടുത്തത്? അത് ആരോട് ആലോചിച്ചിട്ടായിരുന്നു? ഇതിനെയല്ലേ പച്ച മലയാളത്തിൽ കബളിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത്ര ഉറപ്പില്ലാത്തവന്മാർ പോയി എന്തിനാണ് ആ പണി കാണിച്ചത്? മണ്ണർകാട് ട്രസ്റ്റിമാർ അവസാനം കബളിപ്പിക്കും എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഡിസ്ചാർജ് ദിവസം കാരിത്താസ് ആശുപത്രിക്കാരും അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയുടെ ബന്ധുക്കളും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ഒടുവിൽ ടിനു ഫിലിപ്പിന്റെ ബന്ധുവായ മണ്ണർകാട് പള്ളി ട്രസ്റ്റി സുരേഷ് കെ എബ്രഹാം കണിയാമ്പറമ്പിലിനെ വിളിച്ചത് കേൾക്കുക. അവർ കെഞ്ചിയിട്ടും പണമടയ്ക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തില്ല. ഒടുക്കം സഹികെട്ടാണ് ഞങ്ങൾ തെണ്ടാൻ പോയാലും നിങ്ങളുടെ പണം വേണ്ടെന്ന് അവർ പറഞ്ഞത്. സാറേ, ഞാൻ വിളിച്ചത് നാളത്തേക്ക് ഡിസ്ചാർജ് ആണ്. ഷാജി ഇൻഷുറൻസിന്റെ കമ്പനിയിൽ എങ്ങാണ്ട് നിൽക്കുകയെന്നാണ് പറയുന്നത്. ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം പിടിക്കും? സാറിന് വണ്ടിയൊക്കെ ഉള്ളതല്ലേ? ഇൻഷുറൻസിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ഞങ്ങൾ അത്രയും ദിവസം ഇവിടെ കടക്കണമെന്നാണോ പറയുന്നത്? സാറേ, നമ്മളെ ഷാജി വന്ന് ആദ്യം ചോദിച്ചപ്പോൾ നമ്മള് അന്ന് നമ്മൾ കൊടുത്തില്ലെന്ന് തോന്നുന്നല്ലേ പുള്ളിക്കാരുടെ എന്റെ ഡീറ്റെയിൽസ്? സാറ് ചുമ്മാ അവൻ ചുമ്മാ പറഞ്ഞു. എന്നെ ശനിയാഴ്ച വിളിച്ചിട്ട് ആധാർ കാർഡ് കൊടുക്കാൻ പറഞ്ഞു, ഇൻഷുറൻസിന്റെ ആണ്. ഞാൻ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി 20 വർഷം കൂടെ വർക്ക് ഇത് കിടക്കുന്ന ഒരാളെ ആധാർ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു വക്കീലിനോട് ആലോചിക്കാം, ചുമ്മാ കൊണ്ട് കൊടുക്കാൻ തലവെച്ച് കൊടുക്കാൻ പറ്റുമോ? സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ അല്ല, നിക്ക് ഞാൻ സുരേഷ് സാറേ, ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയട്ടെ. അതായത് ശനിയാഴ്ച വിളിച്ചു, തിങ്കളാഴ്ച ഞാൻ പുള്ളിക്ക് ഇട്ട് കൊടുത്തു. ആശുപത്രിയിലാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് എടുത്തിട്ട് ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഞാൻ ആ സമയത്തിനുള്ളിൽ വക്കീലിനോട് ചോദിച്ചപ്പോൾ കൊടുത്തേക്കാൻ പറഞ്ഞു. അന്നേരം തിങ്കളാഴ്ച ഇട്ട് കൊടുത്തതാ. ചെക്കിന്റെ ഡീറ്റെയിലും അതായത് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ട് തരാം സാറിന്, എടുത്ത ഡേറ്റ് പുള്ളിക്ക് ഇട്ട് കൊടുത്തത്. ഈ ഒരു ഞായറാഴ്ച ഞാൻ കൊടുക്കാൻ, ഞായറാഴ്ച ഇൻഷുറൻസ് ഓഫീസ് ഉണ്ടോ? ശനിയാഴ്ച വൈകിട്ട് ഇൻഷുറൻസ് ഓഫീസ് ഉണ്ടോ? ലേറ്റ് ആയി പോയെന്ന് പറയാൻ ചുമ്മാ പറയുന്ന പുള്ളി. അത് ആരോടെ സാറേ? എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാറും ഒക്കെ അന്ന് വന്ന് PROയോട് പറഞ്ഞു, ഷാജി അല്ല, ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കും, ഞങ്ങൾ മണ്ണർകാട് പള്ളിയിലെ ട്രസ്റ്റിമാരാണ്, ഞങ്ങൾ പൂർണ്ണ, നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളും ഇതിനകത്ത് കൈയൊഴിയരുത്. ഇത്രയൊരു അപകടം ഉണ്ടായിട്ട് ഞങ്ങളെ ചതിക്കരുത് സാറേ. നമ്മൾ ഈ പറഞ്ഞ ഷാജിയെ നമ്മൾ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നു. അല്ല സാറേ, ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി അത് പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഇന്ന് വരെയുള്ള ബില്ലിന്റെ എമൗണ്ട് ഒന്നീ പള്ളിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഇൻഷുറൻസിന്റെ പേയ്മെന്റ് എന്ന് കിട്ടുന്നോ അന്ന് ഞങ്ങൾ അങ്ങ് തിരിച്ചു തരാം, ഞങ്ങളുടെ പേരിലാണ് കിട്ടുന്നെങ്കിൽ. അതിപ്പോ ട്രസ്റ്റി എന്ന രീതിയിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. അല്ല, ഞാൻ പറഞ്ഞു അതെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ ചെയ്തതാ. അതെങ്കിലും ഷാജിയുടെ ഈ പൈസ ഇല്ല, ഞങ്ങൾ ഇനി ഇൻഷുറൻസ് കിട്ടുന്നിടം വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെന്നേ, അത് സാർ ഇങ്ങനെ പറയാതെ നമുക്ക് അത് സാറിന്റെ ഒരു മകളെ പോലെ ചിന്തിച്ചു നോക്ക്. സാറിന്റെ ഒരു മകളെ പോലെ ചിന്തിച്ചു നോക്ക്. ഈ 39 വയസ്സായ കൊച്ച് ഇത്ര 10-21 ദിവസമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കൊച്ച്, ഞങ്ങൾക്ക് ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർത്താ. അന്നേരം ഈ ഒരു ഉപകാരമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അന്ന് വന്നപ്പോൾ ഞാൻ സാറിന് റിക്വസ്റ്റ് ചെയ്ത സാറിന് അന്നോ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുത്തായിരുന്നോ? എന്തോ അന്ന് സാറോട് വന്നായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരു ആപ്ലിക്കേഷൻ സാറിനോട് വെക്കാൻ പറഞ്ഞായിരുന്നു. സാറേ, ഞങ്ങൾ ആശുപത്രിയിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ആശുപത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഞങ്ങൾ 2 പേര് വേണം. ഇപ്പം പേഷ്യന്റ് ഇങ്ങോട്ട് വാർഡിലോട്ട് മാറ്റി കടത്തണമെങ്കിൽ ഞങ്ങൾ 2 പേര് ഉണ്ണാൻ പോലും പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഊണുണ്ണുന്നത്. സാറ് ഇവിടെ വന്ന ഒരു 3 പേരുണ്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന്. ഞങ്ങൾ വേണ്ട അപേക്ഷ എഴുതി കൊണ്ടുപോയി തരാനായിട്ട്. ഞാനിപ്പം നമുക്കത് എന്ത്, നമുക്കിപ്പോ എനിക്കോ മറ്റുള്ള കസ്റ്റമർക്കോ പൈസ എടുത്തു തരാനുള്ള പ്രൊവിഷൻ ഇല്ല. സാറേ, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ സാറേ അന്ന് PROയുടെ എടുക്കാൻ, ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞിട്ടാൽ മതി. എന്തുകൊണ്ട് പിന്നെ PROയുടെ എടുക്കാൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാമെന്ന് പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെയും കൂടെ നിർത്തിയ സാറേ പറഞ്ഞു. അന്ന് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ നിർത്തിയ ഈ പറഞ്ഞത്.
ഇല്ലെന്നുണ്ടെങ്കിൽ സാറേ എന്തിനാ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊക്കോണ്ടേനെ? ഞങ്ങൾ എന്തിനാ ഒരു കൊച്ചിനെ കൊല്ലാക്കൊല ചെയ്ത് അതിനകത്ത് വീണിട്ട് പിന്നെയും കൂടെ ഞങ്ങളെ ഈ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലാതെ എന്തുവാ സാറേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് നമ്മള് പറഞ്ഞാൽ അപ്പൊ ആ പറയേണ്ട സന്ദർഭത്തിൽ നമ്മൾ ചെയ്തോളാം ഓപ്ഷൻ കണ്ടോ നമ്മൾ മനസ്സിൽ കണ്ടോ പറഞ്ഞത്. അതിനുള്ള കാര്യമാണ് ഞാൻ സാർ ഒരു അപേക്ഷത നമുക്ക് പരിഗണിക്കാം. അല്ല, ഞാനത് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ തരാം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ടുള്ള സമയമില്ല. ഒന്നത് ഞാൻ സാറിന് ഇത്ര ഒരു ഉപകാരം ചെയ്യാം. ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും വിളിക്കത്തുമില്ല. ഇനി ഞങ്ങൾ വിളിക്കത്തുമില്ല. ഒന്നുമില്ല. ഇത്ര ഒരു ഉപകാരം ചെയ്യാം. ഇല്ലല്ല സാറേ, ഇനിയും ഞങ്ങൾ തെണ്ടത്തില്ല. ഇനി ഞങ്ങൾ തെണ്ടത്തില്ല. ഞങ്ങളുടെ കൈ എന്നാ വിറ്റിട്ടാണെന്ന് പറഞ്ഞാലും അവളെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഈ ലാസ്റ്റ് ഞാനൊരു ഓപ്ഷൻ ചോദിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം ഈ എമൗണ്ട് നിങ്ങൾക്ക് അടച്ചിട്ട് ഇൻഷുറൻസ് കിട്ടുന്ന എമൗണ്ട് എന്നാണോ അന്ന് ഞങ്ങൾ അത് തിരിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇനി 10-15 ദിവസം കൂടി ഇവിടെ ഇരുത്തി ഞങ്ങളെ വലിപ്പിക്കരുത്. ആ പ്രാക്കൂടെ ആരും വാങ്ങിക്കരുത്. അത്ര വേദനയോടുകൂടിയാ സാറേ പറയുന്നത്. അത്ര വേദനയോടുകൂടിയാ പറയുന്നത്. ഒരുത്തൻ കാലൊടിഞ്ഞവനെ വണ്ടി കയറ്റി കൊല്ലുകയും കൂടെ ചെയ്യുന്ന പോലാണ് നിങ്ങൾ ചെയ്തത്. അതാണ് ചെയ്തത്. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തു. നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ആരെങ്കിലും ഇവിടെ വന്ന് അപകടം ഉണ്ടാക്കണമെന്ന് നമ്മൾ തുടങ്ങിയതാണോ? അല്ല, സംഭവിച്ചു പോയി. സാറേ, നിങ്ങൾ മണർകാട് പള്ളിയിലെ ഒരു അംഗമാണ് വീണിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന്റെ അങ്ങാപ്പുറം ചെയ്തു കൊടുത്തേനെ. നിങ്ങൾ ചെയ്തു കൊടുത്തേനെ. ഇടവക്കാർ അന്നേരം ബഹളം വെക്കും. നിങ്ങൾ അത് ചെയ്തു കൊടുത്തേനെ. ഞങ്ങൾ ഇടവക്കാരല്ലാത്തതുകൊണ്ടും പുറമ്പോക്കുകാരായതുകൊണ്ടും ആണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഉറപ്പാണ്. മണർകാട് പള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇതിന്റെ അപ്പുറം ചെയ്തു കൊടുക്കും. അതെ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഞങ്ങള് നിറവോ വർണ്ണവോ ചോരയുടെ സാറേ, നിറവും വർണ്ണവും ഒന്നും നോക്കിയില്ലല്ലോ. നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഞാൻ എന്റെ ഭാഷ പറയുകയാണെങ്കിൽ ശരിക്കും ആശുപത്രി ആയതുകൊണ്ടാ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് സാറേ ഇനി ഞങ്ങൾ വിളിക്കത്തില്ല. ഇനിയും ഞങ്ങൾ വിളിക്കത്തില്ല. ഞങ്ങൾ തെണ്ടി ചോദിക്കത്തുമില്ല. ഞങ്ങൾ എവിടുന്നാണേലും വിറ്റുകൊണ്ടെന്ന് ഞങ്ങൾ പൈസ അടച്ച് ഞങ്ങൾ ചെയ്തോളാം. ഇവിടുന്ന് പൈസ പ്രൊവിഷനൊന്നുമില്ല. വേണം നമുക്ക് കമ്മിറ്റി വെച്ചിട്ട് കമ്മിറ്റി പാസ്സാക്കണം. നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിൽ സാറ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ലെറ്റർ തന്നിട്ടും ചെയ്യണ്ട. ഈ ഒരു ഓപ്ഷൻ ഞാൻ ഇപ്പം വിഡ്രോ ചെയ്ത് ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് നാളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ന്യായീകരണം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു സാർ അങ്ങോട്ടൊന്ന് കേൾക്കാവോ? പറഞ്ഞോ. ഒരു പള്ളിയിലെ ട്രസ്റ്റ് സാറാണ്. സാർ ഇതുപോലെ ചെയ്യുവോ? എന്തോ? ഒരു പള്ളിയിലെ ട്രസ്റ്റ് സാറാണ്. സാറ് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? സാറ് തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ട്രസ്റ്റിമാർ ഇവിടെ വന്ന് എന്തിനു പറഞ്ഞു? 2 ട്രസ്റ്റിമാരല്ല, ഞങ്ങൾ 4 ട്രസ്റ്റിമാർ. യാതൊരു കാര്യമില്ല. അല്ല, പിന്നെന്തിനാ നിങ്ങൾ PR എടുക്കാൻ ഞങ്ങളെ നിർത്തി ഞങ്ങളെ കളിപ്പിക്കല്ലായിരുന്നോ? ശരിക്കും അന്നേരം ഞങ്ങളെല്ലാ ട്രീറ്റ്മെന്റും നിങ്ങൾ ചെയ്തു. എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ PR എടുക്കാൻ പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ PR പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് വേണം ചെയ്തോളാം നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ 2 പേര് കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ മണർകാടിലെ ടെസ്റ്റുമാരാണെന്നും പറഞ്ഞ് PR നിങ്ങൾ പറഞ്ഞത്. ഫോൺ നമ്പരും കൊടുത്തിട്ട് പോയത് നിങ്ങളാ. പിടിച്ചവിടുത്തെ മുറുക്കി നിൽക്കാതെ നമ്മൾ വഴി സാറിന് ചെയ്തു നോക്കി. സിറ്റുവേഷന്റെ ഇടയ്ക്ക് ഒരു ഗോൾ അടിച്ച് സെൽഫ് ഗോൾ അടിച്ചിട്ട് പോയി. ഓക്കെ, ശരി സാറേ, ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ഒന്നും പറയാനില്ല. നമുക്ക് പറയാതെ നമ്മൾ പറഞ്ഞു. അവാച്ചൊന്നും എനിക്കില്ല. ഓക്കെ, ഇത്രയും കേട്ടാൽ മതി. ഞങ്ങളുടെ കമ്മിറ്റിക്കാർ തീരുമാനിക്കട്ടെ. ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി തീരുമാനിക്കേണ്ടത് അങ്ങനെ പള്ളിയിലെ പണം കൊടുക്കണം. അത് എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് എമർജൻസി ആയിട്ട് ഒരു തീരുമാനം എടുക്കാം സാറേ. അതായത് ഇത് നടത്തുന്ന പള്ളിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് സാറ് പറയരുത്. ലിറ്റുവച്ചൻ കൺവീനറായിട്ടുള്ള ഈ ഒരു പരിപാടി അവിടെ പള്ളിയിൽ നടത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് പള്ളിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. ഒരു ഓപ്പറേറ്ററുടെ തലയിലോട്ട് മാത്രം വെച്ച് അവര് പൈസ തരുന്നെങ്കിൽ എടുത്തോളാം എന്നുള്ള അത് നിങ്ങൾ മര്യാദയല്ല. നമ്മുടെ പറഞ്ഞിട്ടാണ് അവർ വേണ്ടി പൈസ സാറിന് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. സാറേ, എന്തിനാ പൈസ അവരടയ്ക്കുന്നത്? ഇപ്പോഴും അവർ ചെയ്യുന്ന ഇൻഷുറൻസിൽ നിന്ന് പേയ്മെന്റ് എടുത്തിട്ട് അവരടച്ച കാശൂടെ തിരിച്ച് വിഡ്രോ ചെയ്യാനിരിക്കുന്നിടത്ത് എന്തോത്തിനാ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്തോണ്ട് തന്നെയല്ലോ, ഞങ്ങൾ ഇത് പോയനല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ പൈസ അടച്ചിട്ട് ഇൻഷുറൻസ് കിട്ടണമെന്ന് ഞാൻ സമ്മതിക്കുമോ? എന്തോ
പൈസ അവരെ മുടക്കി ഇൻഷുറൻസ് കിട്ടുന്നവർ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇൻഷുറൻസ് എമൗണ്ട് എന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവര് ബില്ല് അടച്ചതിനാണെന്നുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യാമല്ലോ. അവർക്ക് കേസ് കോടതി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഇത്ര മുടക്കിയിട്ടുണ്ടെന്നുള്ളത്. സാറിങ്ങനെ റെഡി ആയി എനിക്ക് ചെയ്യുന്നത്. ശരി, ഞാൻ എനിക്ക് പറയാൻ അവസരം എന്താ? ശരിയെന്നാ സാറേ, ഞാൻ പറയുന്നില്ല. ഓക്കെ. പക്ഷേ ഈ നാണമില്ലാത്തവന്മാർ ആലുകളുത്തപ്പോൾ അത് തണലായി കരുതുക മാത്രമല്ല, അതിലൊരു ഊഞ്ഞാലും കെട്ടി ഭരണസമിതി മൊത്തത്തിൽ കയറി ആടി. അവസാനം ഒരു അവിഞ്ഞ പ്രസ്താവനയും. ഞങ്ങൾ ഈ വിഷയം ഇത്രയും വിശദമായി കൊടുക്കുവാൻ കാരണം ഈ കാർണിവൽ നടത്തിയത് മണർകാട് പള്ളിയല്ല എന്ന് വാദിച്ചാൽ ഞങ്ങൾ വ്യാജ വാർത്ത കൊടുത്തു എന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ? അതിലെല്ലാം ഉപരി ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മണർകാട് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇരിക്കുന്ന പാതിരികളും ഭരണസമിതിയും എത്രക്കാരാണ് എന്ന്. ഇവർ മാതാവിനെ അടപടലം വെട്ടി തിന്നുകയാണ്. ഇത്രയും പച്ചക്കള്ളം പറഞ്ഞ ഈ മോന്മാർ ആരാണെന്ന് വിശ്വാസികളും ഇടവക ജനങ്ങളും തിരിച്ചറിയുക. മണർകാട് പള്ളിയിലെ ഈ കൊലകൊല്ലികൾ നടത്തുന്ന തീവട്ടിക്കൊള്ളകൾ മണർകാട് ആശുപത്രിയെ വ്യഭിചാരശാലയാക്കി മാറ്റി അതിനെ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പടുകുഴിയിലേക്ക് എത്തിച്ച ആ വിശദാംശങ്ങൾ അടുത്ത ദിവസം. പള്ളിപ്പറമ്പിൽ കൂത്തൊരുക്കി നാട്ടുകാരെ പരസ്യം കൊടുത്ത് വിളിച്ച് കയറ്റി അപകടമുണ്ടാക്കി അവരോട് വിശ്വാസവഞ്ചന കാണിച്ച 2 പറക്കുമുറ്റാത്ത പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കിയ മണർകാട് പള്ളിയിലെ നാണം കെട്ടവന്മാരെ, ഇവരുടെ കണ്ണുനീർ നിലത്തു വീണാൽ ആ പള്ളിയെ കൊണ്ട് നീയൊക്കെ ഇനി എത്ര കൊല്ലം ഉപജീവനം കഴിയും? അവർ അപേക്ഷയുമായി നിന്റെയൊക്കെ ആ നാറിയ പള്ളിമുറിയുടെ വാതുക്കൽ വന്ന് നിൽക്കണമോ? അതിലും നല്ലത് അവർ തെണ്ടാൻ പോകുന്നതല്ലേ? നാട്ടുകാരെയും ഇടവകക്കാരെയും മാതാവിനെയും വരെ വഞ്ചിച്ചിട്ട് നിന്റെയൊക്കെ കച്ചവടം ഇനി എത്ര കാലം തുടരും? വൈകിട്ട് 2 എണ്ണം വിട്ടിട്ട് ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.